ആക്ടിവിറ്റി 2.1 ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ആക്ടിവിറ്റി. CBSE 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വൈ ഡു HCl, HNO3 etc. ഷോ acidic characters in aqueous solutions while solutions of compounds like alcohol and glucose do not show acidic character? എന്തുകൊണ്ടാണ് HClഉം HNO3യും പോലെയുള്ള അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത സൊല്യൂഷൻ, അതിൽ അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്, എന്നാൽ സൊല്യൂഷൻസ് ഓഫ് കോമ്പൗണ്ട്സ് ലൈക്ക് ആൽക്കഹോൾ ആൻഡ് ഗ്ലൂക്കോസ്, ആൽക്കഹോളും ഗ്ലൂക്കോസും ഒന്നും ഡു നോട്ട് ഷോ അസിഡിക് ക്യാരക്ടർ. എന്തുകൊണ്ടാണ് അസിഡിക് ക്യാരക്ടർ കാണിക്കാത്തത്? ആൽക്കഹോളും ഗ്ലൂക്കോസും വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത സൊല്യൂഷനിൽ അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നില്ല, എന്നാൽ HClഉം HNO3യും അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അതിന്റെ ആൻസർ, ദ ഡിസോസിയേഷൻ ഓഫ് HCl ഓർ HNO3, അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു, തമ്മിൽ വേർതിരിഞ്ഞ പോലെ ഡീകമ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ. ടു ഫോം ഹൈഡ്രജൻ അയോൺസ് ഓൾവേസ് ഒക്യൂസ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. ഓർത്തിരിക്കുക, പ്രസൻസ് ഓഫ് വാട്ടറിൽ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുമ്പോഴേ ഇത് ഹൈഡ്രജൻ അയോൺസ് ഉണ്ടാവുന്നുള്ളൂ എന്നും കൂടി ഓർക്കുക. ഉണ്ടാവുന്നുള്ളൂ, അതുപോലെ തന്നെ വാട്ടറിന്റെ പ്രസൻസിൽ ഇവിടെ ഹൈഡ്രജൻ അയോൺസ് ഉണ്ടാവുന്നുണ്ട്. രണ്ട് കാര്യം ഓർക്കുക. അവിടെ ഹൈഡ്രജൻ അയോൺസ്, അതായത് H+ അയോൺസ് കമ്പൈൻ വിത്ത് H2O ടു ഫോം ഹൈഡ്രോണിയം അയോൺസ്. അതായത് ഹൈഡ്രജൻ അയോൺസ് വെള്ളത്തിൽ H2Oയിലെ അയൺസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെയാണ് H3O+ എന്ന ഹൈഡ്രോണിയം അയോൺസ് ഉണ്ടാവുന്നത്. ഏതില്? HClലും HNO3യിലുമാണ് പറയുന്നത്. അത് ആൽക്കഹോളിലും ഗ്ലൂക്കോസിലും സംഭവിക്കുന്നില്ല. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. HCl + വാട്ടർ ഗിവ്സ് H+ + Cl-, അതായത് H+ അയോണും Cl- അയോണുമായിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. പിന്നീട് ആ H+ അയോൺസും വെള്ളത്തിലെ H2O അതും അതിലെ ഓക്സിജനുമായിട്ട് ചേരുന്നു. അതിൽ ചേർന്നിട്ട് അവിടെ H+ H2O ഗിവ്സ് H3O+ അയോൺ ഉണ്ടാവുന്നു. അങ്ങനെ ഹൈഡ്രോണിയം അയോൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യാതെ ഇത് ഹൈഡ്രജൻ അയോൺസ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ HCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ അയോൺസും Cl- അയോണുമായിട്ട് മാറുന്നു. HCl ഉണ്ടാകുന്നത് തന്നെ H+ അയോൺസും Cl- അയോണും ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് H+ അയോൺസ് വാട്ടറിന്റെ പ്രസൻസിൽ H+ അയോൺസും Cl- അയോൺസുമായിട്ട് ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഈ H+ അയോൺസും H2Oമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ കോമ്പിനേഷനിൽ അവിടെ H3O+ അയോൺസ് ഉണ്ടാവുന്നു. അപ്പോൾ അത് അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നു. അതുപോലെ തന്നെ അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ആൽക്കഹോൾ കണ്ടെയ്ൻ ഹൈഡ്രജൻ. ഈ അക്വസ് സൊല്യൂഷൻ ഗ്ലൂക്കോസിലും ആൽക്കഹോളിനും അതിലും ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ ദേ കനോട്ട് ഡിസോസിയേറ്റ് ഇൻ വാട്ടർ ടു ഫോം ഹൈഡ്രജൻ അയോൺസ്. അത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ആയതുകൊണ്ട്, വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്ത് ആ സമയത്ത് ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ അയൺസ് ഉണ്ടാകുന്നില്ല. ഹെൻസ് ദേ ഡു നോട്ട് ഷോ അസിഡിക് ക്യാരക്ടർ. അതുകൊണ്ടാണ് അത് അസിഡിക് ക്യാരക്ടർ കാണിക്കാത്തത്. അപ്പോൾ ആസിഡ് HClഉം HNO3യും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്താൽ അവിടെ H3O+ അയൺസ് ഉണ്ടാകുന്നു. അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ആൽക്കഹോൾ അതിലും ഉണ്ട് ഹൈഡ്രജൻ, പക്ഷെ ആ ഹൈഡ്രജൻ വെള്ളവുമായി ചേർന്ന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഹൈഡ്രോണിയം അയൺ ഉണ്ടാകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വെള്ളത്തിൽ ചേർന്നാലും ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ പോലും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഹൈഡ്രോണിയം അയൺ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് they do not show acidic character. Why does an aqueous solution of an acid conduct electricity? ഒരു aqueous solution of acid, aqueous solution എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. വെള്ളത്തിൽ വാട്ടറിന്റെ പ്രസൻസ് ഉള്ള വെള്ളത്തിൽ ലയിച്ച് ചേർന്ന ഡൈല്യൂട്ട് ചെയ്ത് ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷനെയാണ് നമ്മൾ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അക്വസ് സൊല്യൂഷൻ ഓഫ് ആസിഡ് അത് എന്ത് ചെയ്യും? കറണ്ടിനെ കടത്തിവിടും. ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വൈ? എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ കറണ്ട് കടന്നു പോകണമെങ്കിൽ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? നമ്മൾ ഇലക്ട്രോൺ ഫ്ലോയും പഠിച്ചിട്ടുണ്ട്, അയോണിക് ഫ്ലോയും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അയോൺസ്, ചാർജ് ഉള്ള പാർട്ടിക്കിൾസ്, അയോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. കറണ്ട് എന്ന് വെച്ചാൽ അത് മൂവ് ചെയ്യുക, പാസ് ചെയ്യുക, അതിന്റെ ഫ്ലോ ഉണ്ടാവുക.
ഫ്ലോ ഉണ്ടാകണമെങ്കിൽ അവിടെ ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് വേണം. ഇപ്പോൾ ഒരു മെറ്റലിലാണെങ്കിൽ സാധാരണ ഒരു വയറിൽ കൂടെ, കോപ്പർ വയറിൽ കൂടെയാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ ഈ കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. കണ്ടക്ടേഴ്സിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഫ്രീ ഇലക്ട്രോൺ ഉള്ള, അത് മൂവ് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ഉള്ള, പ്രത്യേകിച്ച് മെറ്റൽസ് ഒക്കെ അങ്ങനെയുള്ളതാണ് കറണ്ടിനെ കടത്തിവിടുക. അത് മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറയും. അപ്പൊ അവിടെ ഈ കണ്ടക്ഷനും, അപ്പൊ അതിന്റെ ആ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് അവിടെ മൂവ് ചെയ്യുന്നു. അവിടെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റിൽ ഫ്രീ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് അത് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇൻസുലേറ്റേഴ്സിനോ ഔട്ടർ മോസ്റ്റിൽ ഫ്രീ ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ വുഡ്, പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളൊന്നും കറണ്ടിനെ കടത്തി വിടുന്നില്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും വെള്ളത്തിൽ കൂടി കറണ്ട് കടന്നു പോകുന്നു. പക്ഷെ പ്യുവർ വാട്ടർ ആണെങ്കിൽ വെള്ളത്തിൽ കൂടിയും കറണ്ട് കടന്നു പോവില്ല. വെള്ളത്തിൽ എന്തെങ്കിലും അസിഡിക്കോ അല്ലെങ്കിൽ ഉപ്പിന്റെ അംശമോ ആസിഡിന്റെ ഒക്കെ അംശം ഉണ്ടെങ്കിലാണ് വെള്ളം കറണ്ടിനെ കടത്തി വിടുന്നത്. ഏറ്റവും പ്യുവർ ഫോമിലുള്ള വാട്ടർ കറണ്ടിനെ കടത്തി വിടുന്നില്ല. ആ കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഇലക്ട്രോൺസോ അല്ലെങ്കിൽ അയോൺസ് വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ, ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് കൂടെ. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ റോഡ് വെച്ച് അതിനെ കറണ്ട് പാസ് ചെയ്യുക, ഇലക്ട്രോളിസിസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അതുപോലെ ഇലക്ട്രോ പ്ലേറ്റിങ്, ഇവിടെയൊക്കെ കറണ്ട് കടന്നു വേണം, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം. അപ്പോൾ അവിടെ ഈ മെറ്റൽസിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് കറണ്ട് ഫ്ലോ പറയുന്നത്. പക്ഷെ തിയറിക്കൽ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവും മിക്കവാറും ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയായാലും നമ്മുടെ ഇവിടുത്തെ വിഷയം, ഇവിടെ മൂവ് ചെയ്യാൻ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ അയോൺസോ വേണം. അപ്പൊ ഇവിടെ ആസിഡിൽ എന്തുണ്ടാവും? ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് ആസിഡിൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അക്വസ് സൊല്യൂഷൻ ഓഫ് ആൻ ആസിഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അക്വസ് സൊല്യൂഷൻ ഓഫ് ആസിഡ് വരുമ്പോൾ അവിടെ ഡിസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ അയോൺസ് ഉണ്ടാവുന്നുണ്ട്. ഇൻ അക്വസ് സൊല്യൂഷൻ ആസിഡ് ഡിസോസിയേറ്റ് ടു ഫോം അയോൺസ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞു ആസിഡ് ഡിസോസിയേറ്റ് ടു ഫോം അയോൺസ് എന്ന് പറഞ്ഞു. ദീസ് അയോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ അവിടെ അയോൺസ് ഉണ്ടെങ്കിൽ അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മെറ്റൽസിൽ ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ അയോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ, വൈ ഡസ് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് ആൻ ആസിഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചാൽ, അക്വസ് സൊല്യൂഷൻ ആസിഡ് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവിടെ എന്തുണ്ട്? ഇൻ ആൻ അക്വസ് ഓർത്ത് നോക്കാം, ആസിഡ് ഡിസോസിയേറ്റ് ടു ഫോം അയോൺസ്. അയോൺസ് ഉണ്ടെങ്കിൽ അയണിക് സൊല്യൂഷൻ അല്ല അയണിക് കണ്ടക്ഷൻ ഒക്കെ നമ്മൾ പറയും. അപ്പൊ ഇതിൽ അയോൺസ് ഉണ്ടെങ്കിലേ, അതായത് പ്യുവർ ഫോമിലെ വെള്ളം, പച്ചവെള്ളം, പ്യുവർ H2O ഒരിക്കലും കറണ്ടിനെ കടത്തിവിടുന്നില്ല. ആ കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിലാണ് നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ കൂടെ ഒക്കെ കറണ്ട് ചെറുതായിട്ട് പാസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് വെള്ളം അത്ര പ്യുവർ അല്ലാത്തതുകൊണ്ടാണ് പാസ് ചെയ്യുന്നത് കറണ്ട്. ഇനി കൃത്യമായിട്ട് കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ആസിഡിന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ അത് അയോൺസ് ഉണ്ടാവും. ഇതിനെ പാസ് ചെയ്യുന്ന അതിനെ മൂവ് ചെയ്യിക്കുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, നമ്മൾ EMF അല്ലെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ അതിൽ കൂടി മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാൻ എന്തെങ്കിലും അവിടെ വേണം. ഇവിടെ അയോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ അക്വസ് സൊല്യൂഷൻ ആസിഡ് ഡിസോസിയേറ്റ് ടു ഫോം അയോൺസ്. ആ കാര്യം ഓർത്തിരിക്കുക, ആസിഡ് ഡിസോസിയേറ്റ് ടു ഫോം അയോൺസ്. ഒന്നുകൂടി ഓർത്തിരിക്കുക, ആസിഡ് ഡിസോസിയേറ്റ് ടു ഫോം അയോൺസ്. ദീസ് അയോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. വൈ ഡസ് ഡ്രൈ HCl ഗ്യാസ് not change the color of the dry litmus paper? ഡ്രൈ HCl നമ്മൾ അക്വസ് സൊല്യൂഷനിൽ ആസിഡിന്റെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സൊല്യൂഷനിൽ മുക്കിയാലാണ്, ലിറ്റ്മസ് പേപ്പർ മുക്കിയാലാണ് അവിടെ കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പൊ HCl ഗ്യാസ് എന്ന ഫോമിലാണ്, ഡ്രൈ ഫോമിലാണെങ്കിൽ ഡ്രൈ HCl എന്തുകൊണ്ട് ലിറ്റ്മസ് പേപ്പറിന്റെ കളർ മാറ്റുന്നില്ല? ഡ്രൈ HClന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ. The color of the dry litmus paper is changed by the hydrogen ions. അപ്പോൾ ആസിഡിൽ എന്തുകൊണ്ട് ലിറ്റ്മസ് പേപ്പറിനെ കളർ ചേഞ്ച് ഉണ്ടാക്കുന്നു? അപ്പൊ ആസിഡിന്റെ ബേസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഈ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ ദ കളർ ഓഫ് ഡ്രൈ ലിറ്റ്മസ് പേപ്പർ ഈസ് ചേഞ്ച്ഡ് ബൈ ദ ഹൈഡ്രജൻ അയോൺസ്. അത് നമുക്കറിയാം. ഹൈഡ്രജൻ അയോൺസ് ആണ് ഈ ലിറ്റ്മസ് പേപ്പറിനെ
കളർ ചേഞ്ച് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് HCl വെച്ചാൽ ഡ്രൈ HCl ഗ്യാസ് ആണെങ്കിൽ അവിടെ കളർ ചേഞ്ച് ഉണ്ടാവണ്ടേ? അതാണ് നമ്മുടെ ചോദ്യം. ഈ ഹൈഡ്രജൻ അയോൺസ് ആണ് കളർ ചേഞ്ച് ഉണ്ടാക്കുന്നത്. HCl ഹൈഡ്രജൻ അയോൺസ് ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് കളർ മാറുന്നില്ല? അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഈ HCl ഹൈഡ്രജൻ അയോൺസ് ഉണ്ട്, പക്ഷേ ഡ്രൈ HCl ഗ്യാസ് ഡസ് നോട്ട് കണ്ടെയ്ൻ H+ അയോൺസ്. എന്തുകൊണ്ടായിരിക്കും? H+ അയോൺസ് അവിടെ ഹൈഡ്രജൻ ഉണ്ട്, HCl ഹൈഡ്രജൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. HCl ഹൈഡ്രജനും ക്ലോറിനും ആണ്. പക്ഷേ ഈ ഹൈഡ്രജൻ ആണ് ഇവിടെ കളർ ചേഞ്ച് ഉണ്ടാക്കുന്നതെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ഡ്രൈ HClലും കളർ ചേഞ്ച് ഉണ്ടാക്കണ്ടേ? സംശയമായിട്ട് വന്നിട്ടുണ്ടാവും. പലരും എന്നോട് ചോദിച്ചിട്ടുള്ള സംശയമാണ്, അങ്ങനെ ഉണ്ടാവണ്ടേ? അതിന്റെ കാരണം എന്തായിരിക്കും? ഓൺലി ഇൻ അക്വസ് സൊല്യൂഷൻ ആൻഡ് ആസിഡ് ഡിസോസിയേറ്റ് ടു ഗീവ് അയോൺസ്. അപ്പൊ ഡ്രൈ HCl ഗ്യാസ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറുന്നില്ല. അവിടെ ഹൈഡ്രജൻ അയോൺ ഉണ്ട്, ക്ലോറിന്റെ മൈനസ് അയോണും ഉണ്ട്, ഹൈഡ്രജന്റെ പ്ലസ് അയോണും ഉണ്ട്. പക്ഷേ അത് കമ്പൈൻ ചെയ്ത് HCl എന്നുള്ള ഫോമിൽ ഇരിക്കുവാണ്. അത് ഡിസോസിയേറ്റ് ചെയ്താൽ മാത്രമേ ഹൈഡ്രജൻ H+ അയോൺസ് ഉണ്ടാവുള്ളൂ. H+ അതിൽ ഉണ്ട്, പക്ഷേ അത് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H+ഉം Cl- ആയിട്ട് ചേർന്നിരിക്കുവാണ്. ഇവരെ തമ്മിലടിപ്പിച്ചാൽ, അതായത് ഈ HClനെ H+ അയോൺസിനെ Cl- അയോൺസിനെ തമ്മിൽ വേർതിരിച്ചാൽ, ഡിസോസിയേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ H+ അയോണിന് പുറത്തിയാടാൻ പറ്റുള്ളൂ. ആ H+ അയോണാണ് ഈ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആ ഡ്രൈ HCl ഗ്യാസിന് ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അവിടെ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടായാൽ ഓൺലി ഇൻ ദ അക്വസ് സൊല്യൂഷൻ ആൻഡ് ആസിഡ് ഡിസോസിയേറ്റ് ടു ഗീവ് അയോൺസ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞിരുന്നു, ആസിഡ് HClന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അത് അക്വസ് സൊല്യൂഷനിലാണ്. തൊട്ടു മുമ്പത്തെ ക്വസ്റ്റനിൽ പറഞ്ഞ കാര്യമാണ്. അക്വസ് സൊല്യൂഷനിൽ വെള്ളത്തിൽ കലക്കിയാലാണ് എന്ത് ചെയ്യുക? അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അയോൺസ് ഉണ്ടാക്കുക. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ ഗ്ലൂക്കോസിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഗ്ലൂക്കോസിനോടെ ഉണ്ടാവുന്നില്ല എന്നൊരു സംഭവം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അവിടെ ഇത് അക്വസ് സൊല്യൂഷൻ ഓഫ് ആൻ ആസിഡ് ഡിസോസിയേറ്റ് ടു ഗീവ് അയോൺ. അപ്പൊ ഡിസോസിയേറ്റ് ചെയ്യണം, H+ഉം Cl- ആയിട്ട് അവര് കമ്പൈൻ ചെയ്തിരുന്നിട്ട് കാര്യമില്ല, ഹൈഡ്രജനെ ഒറ്റയ്ക്ക് കിട്ടണം. എങ്കിലേ ലിറ്റ്മസ് പേപ്പറിനെ കളർ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. H+ അയോൺസ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പൊ Cl- ആയിട്ട് ചേർന്നിരിക്കുമ്പോൾ അവിടെ H+ അയോൺസ് പുറത്തേക്ക് വരില്ല. പക്ഷേ അവരെ തമ്മിൽ വേർതിരിക്കാൻ ആർക്ക് പറ്റും? H2O പറ്റും, വെള്ളത്തിന് പറ്റും. അപ്പൊ ഇത് അക്വസ് സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അത് അപ്പൊ ഈ HCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ അയോൺസ് ഉണ്ടാക്കും. സിൻസ് ഇൻ ദിസ് കേസ് neither HCl in the aqueous form nor the litmus paper is wet. Therefore the color of the litmus paper does not change. മനസ്സിലായി കാണൂല? neither HCl in the aqueous form. HCl aqueous ഫോമിൽ അല്ല, വെള്ളത്തിന്റെ പ്രസൻസ് ഇല്ല. അതുപോലെ the litmus paper is wet nor the litmus paper is wet. ലിറ്റ്മസ് പേപ്പർ നനഞ്ഞതുമല്ല. ലിറ്റ്മസ് പേപ്പർ വെറ്റ് ആണെങ്കിൽ അതിലുള്ള വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് വേണമെങ്കിൽ റിയാക്ട് ചെയ്ത് ഡിസോസിയേറ്റ് ചെയ്യാം. ഇവിടുത്തെ കണ്ടീഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് why does dry HCl gas do not change color of the dry litmus paper എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ neither HCl is in aqueous form. HCl aqueous ഫോമിൽ അല്ല. nor the litmus paper is wet. ലിറ്റ്മസ് പേപ്പർ നനഞ്ഞിട്ടുമില്ല. Therefore the color of the litmus paper does not change. കളർ ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു അവിടെ H+ അയോൺസ് ഉണ്ടാവുന്നില്ല. ഹൈഡ്രജൻ അയോൺസ് ഉണ്ടെങ്കിലേ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് ആവുകയുള്ളൂ. ഹൈഡ്രജൻ അയോൺസ് ഉണ്ടാവണമെങ്കിൽ ഇത് അക്വസ് സൊല്യൂഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലിറ്റ്മസ് പേപ്പർ വെറ്റെങ്കിലും ആയിരിക്കണം. ഈ കേസിൽ അത് രണ്ടുമില്ല. അതുകൊണ്ട് തന്നെ H+ അയോൺസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ റിയാക്ഷൻ ഇല്ല, ലിറ്റ്മസ് പേപ്പറിന്റെ കളർ മാറുന്നില്ല.